ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് പെരട്ടാണ് കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെ, ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനവിടെ 3 വലിയ ഫിഷാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഏത് ഫിഷ് ഇച്ചിരി ഫ്ലഷുള്ള നെയ്യുള്ള ഏത് മീൻ വേണമെങ്കിലും ഒന്ന് എടുക്കാം. ഞാനിവിടെ കാളാഞ്ചിയാണ് എടുത്തേക്കുന്നത്. അതൊരു 3 വലിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നെയ്മീൻ എടുക്കാം, അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഫിഷുകൾ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്തത് ഉള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നോർമൽ റെഡ് ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. കുറച്ച് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ മുളക് പൊടി എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ പിന്നെയും ഇതിപ്പോൾ ഫ്രൈ ചെയ്യാനാണ് നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രേവി വേറെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒറ്റൊരു വീഡിയോയിലായിരിക്കും ഈ വാങ്ങിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് അങ്ങനെ വാങ്ങി യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇനി അതിനകത്തേക്ക് നമ്മളൊരു 1/2 ലെമൺ കൂടെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫിഷിലേക്ക് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്ത് വെക്കാം. കുറച്ചധികം നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 hours മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വറുത്ത് വരുന്ന സമയം, ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2.5 സവാള എടുത്തിട്ടുണ്ട്, ഒരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളി ഒരു 1.5 കഷ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചതോ നീളത്തിൽ അരിഞ്ഞതോ മതി. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയും മല്ലിയിലയാണ്. വേറൊരു പാനിലേക്ക് നമ്മൾ ഒരു കടായി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ അതിനകത്തേക്ക് ഈ ഒരു വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മണം ആ ഒരു പച്ചമണം ഒന്ന് പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വഴഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അത് നന്നാക്കിയൊക്കെ എടുക്കാൻ ക്ഷമയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ സ്റ്റവിൽ ഫിഷ് ഫ്രൈ ആവുന്നുണ്ട്, സവാളയും ഗ്രേവിയും റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഫിഷ് നമ്മൾ സ്ലോ കുക്ക് ചെയ്യുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും. പിന്നെ അത് ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല. ഇച്ചിരി ഫ്ലഷുള്ള ടൈപ്പ് മീനല്ലേ. അപ്പോൾ നമ്മുടെ സവാള വഴറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് നല്ല എരിവുള്ള നാടൻ പച്ചമുളകാണ്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കറിവേപ്പിലയുടെ തണ്ടും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മീൻകറിയിലൊക്കെ ഞങ്ങൾ തണ്ടേപ്പാട് ഇങ്ങനെ ഇടാറുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഒരു നിർബന്ധമില്ല. നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടായ കറിവേപ്പില ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയെല്ലാം വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്തത് നോക്കി എടുക്കുക. പിന്നെ എടുക്കുന്ന ഫിഷിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ചെറിയ ഫിഷാണ് അല്ലെങ്കിൽ അധികം വലിപ്പമില്ലാത്ത ഇതാണ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തക്കാളി എടുത്താൽ മതി.
ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വീണ്ടും ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിലും ഒക്കത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവിനൊക്കെ അനുസരിച്ച് അവനവൻ്റെ എരിവ് അവനവനല്ലേ അറിയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മണം നന്നായിട്ട് മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതായത് പൊടികൾ നന്നായിട്ട് ചൂടായി ആ പൊടികൾ ഒന്ന് വെന്ത് വരണ വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് പൊടികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ നമ്മളൊരു ഇത്തിരി വെള്ളം, അതായത് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എടുക്കുന്ന ഫിഷിനും നിങ്ങൾക്ക് വേണ്ട മസാലയ്ക്കും അനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഒറ്റൊരു പാല് മതി, 1-ാം പാല് 2-ാം പാലൊന്നും വേണ്ട. നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ വയ്ക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു തള വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫിഷ് ഫ്രൈ ചെയ്തതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയില, ഇത് ഓപ്ഷണലാണ്, വേണം നിർബന്ധമൊന്നുമില്ല. മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു മൺചട്ടി എടുക്കുക. അതിൻ്റെ അടിയിലേക്ക്, മൺചട്ടിയുടെ ഏറ്റവും അടിയിൽ കുറച്ച് ഗ്രേവി ഒഴിക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് വയ്ക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് മസാല ഇടുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്നിട്ട് നമ്മളൊരു വാഴയിലയും കൂടെ വെച്ച് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയൊന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. നമുക്ക് വിരുന്നുകാരൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പമാണ്. അപ്പം പൊറോട്ടയും വലിയ കുഴപ്പമില്ല, ചോറിൻ്റെ കൂടെ ഇത് അത്ര അങ്ങ് പോവില്ല. പക്ഷെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫിഷ് മോളിയൊക്കെ കഴിക്കില്ലേ, അപ്പം ഫിഷ് മോളിയൊക്കെ കഴിക്കില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അവസാനം നമ്മൾ എല്ലാ ഫിഷും വെച്ചിട്ട് ഇതിൻ്റെ മസാലയും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു വാഴയില വെച്ച്, അപ്പോൾ ആ വാഴയിലയുടെ ഫ്ലേവറും കൂടെ അതിനകത്തേക്ക് അങ്ങ് ഇറങ്ങും. വാഴയില വെച്ച് ജസ്റ്റ് ഇതൊന്ന് മൂടി നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. വെറുതെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു 2-3 സവാളയും തക്കാളിയും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ചെറിയൊരു കഷ്ണം വാഴയില എടുത്ത് നമ്മളതൊന്ന് അങ്ങ് അടച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് ചെറിയ തീയിലിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് നമ്മൾ ജസ്റ്റ് അതായത് ഈ വാഴയില അങ്ങ് വാടി വരണ വരെ നമ്മളതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴാണ് ആ ഫിഷ് ഫ്രൈയുടെ ഫ്ലേവറും പിന്നെ ആ ഗ്രേവിയും എല്ലാം കൂടെ മിക്സായി. അതുപോലെ തന്നെ കുറച്ച് നേരം ഇരുന്ന് ഒരു 1 hour അല്ലെങ്കിൽ ഒരു 2 hours ഒക്കെ ഇരുന്നിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാം ആ ഗ്രേവിയും ഫിഷും എല്ലാം കൂടെ അതിൻ്റെ ഒരു മിക്സായി നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ? അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ചോറിൻ്റെ കൂടെയൊന്നും ഇത് അങ്ങനെ അത്ര അധികം പോവില്ല. അല്ലെങ്കിൽ പിന്നെ ചുമ്മാ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കോരി കഴിക്കാനും നല്ലതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായം ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കൂടുതൽ റെസിപ്പീസ് ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.